കത്തിക്കണ്ട ഇപ്പൊ കത്തിക്കണ്ട കുറച്ച് എടാ ബി പി ശ്രദ്ധിക്കടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്കൊക്കെ മറ്റേ ബി പിയുടെ കാര്യം പറഞ്ഞിട്ട് ബാൻ മേടിച്ച് തരുന്ന പരിപാടിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ പി ഒ വിയിൽ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന പി ഒ വി വേണം, എന്നാൽ മാത്രമേ ബാൻ കിട്ടത്തുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല. ഇവരും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാടാ നിനക്ക്? ആ വിവരം ഇല്ലേ നിനക്ക്? വിവരം ഇല്ല, അതില്ലല്ലേ? അതിന്റെ പ്രശ്നം കുഴപ്പമില്ല. നമ്മളാ വാർ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുവാണ്. മക്കളെ, എന്റെ പൊന്നു മക്കളെ, ആ വാർ സിറ്റുവേഷൻ ഞാൻ ഡ്രോപ്പ് ചെയ്യുവാതെ. അത് പറ്റുന്നില്ല. കറണ്ടില്ലേ ട്രാൻസ്ഫോമർ അടിച്ചു പോയേ. വീട്ടിൽ വിളിക്കണം, അവന് വീട്ടിലും വിളിക്കണം. ഇന്ന് നിന്റെ വെച്ച് വിളിച്ചു തരാം. നിന്റെ വീട്ടിൽ മനസ്സിലായ നീ നിന്നെ കുനിച്ച് നിർത്തി കാണിച്ചു തരാം. നീ പറഞ്ഞതുപോലെ 2 പൈസക്ക് 500 നിർത്തി കാണിച്ചു തരാം. ഞാൻ ഓസി ഒന്നും പറഞ്ഞു. എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓസി പറഞ്ഞിട്ടില്ല. ഈ ബ്രോക്കൺ വലിച്ചൂരി അവൻ മറ്റേ കുണം കാണിച്ച അവൻ മുമ്പുണ്ടായിരുന്ന കുണം കാണിച്ചേ. അവനെ തിരിച്ചോണ്ട് കത്തിച്ചാൽ അവനെ തിരിച്ചോണ്ട് കത്തിക്കര് മൊത്തം കത്തിരി. ഇവനെ ഒന്ന് കുനിച്ചു നിർത്തണേ. നമ്മുടെ അപ്പാപ്പന്റെ മുമ്പിൽ ഇവനെ ഒന്ന് കുനിച്ചു നിർത്തിയേക്കണേ. നമ്മുടെ അപ്പാപ്പന്റെ മുമ്പിൽ ഒന്ന് കുനിച്ചു നിർത്തിയേക്കണേ. വെടിവെക്കല്ലേ തീരെ ഇത് എങ്ങനെ അല്ലെങ്കിൽ ഐഡിയ മാറി അവര് ഇതടിപ്പിക്കും. കാർലോ ഇല്ല ഇവിടെ. ചുറ്റി 5 പെമ്പിള്ളേരെ നിർത്തി കഴിഞ്ഞാൽ നീ ആരും അപ്പാപ്പനാവോ? മക്കളെന്ന് വിളിക്കാൻ എടാ സിറ്റി 2 സിറ്റി എടാ 2 ഗ്യാങ് ഉണ്ട് സിറ്റി ഭരിക്കണ. അവര് അപ്പാപ്പന നമ്മളെ മക്കള് നമ്മളെ കൂട്ടത്തിൽ കൈ കൊട്ടി അടി അല്ലല്ല ഇവനെ പൊക്കിക്കാം. അത്ര നേരം ഇവനെ പൊഴിപ്പിക്കാം. ഇവനെ പൊക്കിക്ക്. നീയൊക്കെ പറഞ്ഞ എന്റെ ഫ്രസ്ട്രേഷനും എന്റെ ഹ്യൂമിലിയേഷനും ഒക്കെ നീ എന്താന്ന് ഇപ്പൊ കണ്ടോ? ഇത് കണ്ടിട്ട് പോണം. ഇത് കണ്ടിട്ട് ഈ സിറ്റുവേഷനിൽ പറയുന്ന ഒരാളുടെടുത്തും ഞാൻ എതിര് പറയത്തില്ല. ഇപ്പൊ കണ്ടോ ഫ്രസ്ട്രേഷൻ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളെ പറ്റി പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷൻ എന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിനക്കൊക്കെ. നീ ഇത് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. മിണ്ടായിരുന്നാണ് കണ്ടി വാ തുറക്കടാ കണ്ടി. നീ എന്താ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേ?
മുണ്ടൂറാ പിന്നെ സ്പൈഡർമാൻ ഇടറാ, സ്പൈഡർമാൻ ഇടറാ. മുണ്ടൂരടാ കണ്ടി മുണ്ടൂരടാ കണ്ടി മുണ്ടൂറാ നിന്റെ കേക്കും കോപ്പൊന്നും വേണം നീ ഊരടാ കണ്ടി ഊരടാ നീ അപ്പാപ്പനെ കൊണ്ട് കുനിച്ചു നിർത്തുവന്നോ നീ എന്താടാ വിചാരിച്ച MRC പോലെ മറ്റേ മണ്ണാളാ ഇവിടെ ഉള്ളതെന്നോ കുഞ്ഞിക്കടാ എടാ ഇവനെ ഏടാ കുനിച്ചു നിർത്താനുള്ളത് അവൻ കുനിഞ്ഞ് മാറി ഒന്ന് മാറി അപ്പാപ്പനെ ഒന്ന് കൊണ്ടുവന്നാ അങ്ങോട്ട് അപ്പാപ്പനെ കൂടെ കൊണ്ടുവന്നാടാ അപ്പാപ്പനെ കൊണ്ട് അപ്പാപ്പനോട് നിൽക്കാം പാപ്പ നീ ഒന്ന് കുനിഞ്ഞാടാ നീ ഒന്ന് കുനിഞ്ഞാടാ നീ ഒന്ന് കുനിഞ്ഞാടാ നീ ഒന്ന് കുനിഞ്ഞാടാ കുനിഞ്ഞ് നിക്കട്ടെ. നിന്റെ വായ്ത്താളൊക്കെ നീ വേറെ എവിടെയും മതി കേട്ടാ നമ്മടുത്ത് വേണ്ട നിന്റെ വായ്ത്താളമൊന്നും മനസ്സിലായല്ലോ നിന്റെ നീ അപ്പാപ്പനെ പേരും കോപ്പി അടിച്ചിട്ട് നീ വന്ന് നിൽക്കുന്നത് കുനിയടാ നിന്റെ സ്പെല്ലിംഗ് എന്തോടാ കുനിയടാ നീ അങ്ങോട്ട് WL മാത്രം എടുത്തോടാ WL മാത്രം എടുത്തോളല്ലോ അങ്ങോട്ട് നിൽക്കാൻ മാറി അതുകൊണ്ടാണല്ലോ ഇപ്പൊ നീ അത് എല്ലാവരോടും ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു എടാ നീ ആ കുനിഞ്ഞു നിന്നോണ്ട് നീ ഒന്ന് പറഞ്ഞേ സോറി ആ പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറടാ നിന്റെ വാ പോയോ ആ പറ സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ സോറി TV പാപ്പ അറിയാതെ പറ്റിപ്പോയി അങ്ങനെ അതിനൊരു സുഖം കിട്ടിയടാ കുറച്ചും കൂടെ ഇതായിട്ട് പറ സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല ഞാൻ അറിയാതെ സംസാരിച്ചു പോയതാ എന്നൊന്ന് പറ നീ ഒരു മിനിറ്റ് അല്ല നീ ഒരു മിനിറ്റ് അറിയാതെ കുനിഞ്ഞിരിക്കുവാണേലും നിന്റെ മെസ്സേജ് വേണ്ട നീ ഒരു മിനിറ്റ് ഒരു അപ്പോളജി പറഞ്ഞു കേക്കട്ടെ TV കണക്ട് 79 പിന്നെ ഈ അച്ഛയെ ഞങ്ങൾ കുറിച്ച് നിർത്തിയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം ഇല്ല കണ്ടിട്ടുണ്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കണക്ട് അല്ലടാ ഇട്ടേരാ താല്പര്യം ഇല്ലടാ നിന്റെ ഹോസ്റ്റേജിനെ ഇതാക്കിട്ട് ഇടാന്ന് പറ അവന്റെ അടുത്ത് പറയടാ ഒരു മിനിറ്റ് അപ്പോളജി പറയടാ പറ സമയം പോണേ എന്തോ 1 മിനിറ്റ് അപ്പോളജി ആ ഒരു മിനിറ്റ് നീ അപ്പാപ്പന്റെ അടുത്ത് അപ്പോളജി പറഞ്ഞു നീ ചെയ്ത തെറ്റ് അത്ര നേരം നീ നിർത്താതെ സംസാരിക്കണം നീ സംസാരിക്കും അയ്യോ മനസ്സിലായില്ലടാ കണ്ടി നിനക്ക് ഏടാ കണ്ടി 1 മിനിറ്റ് കാല് പിടിച്ച് കരേ നീ ഇരുന്നിട്ട് നീ ഒന്ന് പറഞ്ഞ കേക്കട്ടെ പറ എന്ത് പറയണ്ടേ സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല സോറി എന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല സോറി അല്ലല്ല അങ്ങനല്ല ഞാൻ മൊത്തം പറയടാ ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ടിരുന്നീ സോറി അപ്പാപ്പ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല TV ആണെന്ന് അറിഞ്ഞില്ല ഇത് പറഞ്ഞോണ്ടിരുന്നീ ഞാൻ നിർത്താൻ നേരം പറയാൻ നിന്റെ അടുത്ത് നാടൻ പറ്റിയുടെ ക്രോസ് അറിയാ അവിടെ പറയട്ടെ ഉണ്ടായി ഈ മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ ഇത്ര ഹ്യൂമിലിയേഷൻ ചെയ്യുന്നതിനകത്ത് ഈ പുള്ളി ഇപ്പൊ ഇത് പറഞ്ഞതൊക്കെ നാളെ ചിലപ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എൻജോയ് ചെയ്യും അത്രയും ബുദ്ധിയുള്ള അവർക്ക് മനസ്സിലായ ഇവർക്ക് അത്രയും ബുദ്ധിയുള്ളൂ നിന്റെ മറ്റേ അണ്ണനും ചേക്കണ്ണനും ഒക്കെ വരുമ്പോഴത്തേക്ക് വായിട്ട് അലച്ചാ മതി മനസ്സിലായോ ഇതുപോലെ അല്ല നീ ഒരു വട്ടോടെ ഇവ ഫിയർ കാണിച്ചില്ല വലിച്ചു കൊടുത്ത കേട്ടോ ഇവനെ പിന്നെ ഒരു വട്ടോടെ പറയുമ്പോ സംസാരിച്ചാ നീ ആരാ നീ മറ്റേ രാജാവ് കളിക്കുന്ന നീ പട്ടി തീട്ട എടാ നീ അപ്പാപ്പനല്ല കേൾക്കണ മുമ്പേ നീ ഒന്ന് പറഞ്ഞാ പോരെ ഇതൊക്കെ കേൾക്കേണ്ട നീ ഒരു മിനിറ്റ് ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ പറ നീ പറഞ്ഞ പോലെ ഒരു അക്ഷരം തെറ്റാതെ പറയാതെ നിനക്ക് അറിയാതെ പറ്റിപ്പോയതാ
സോറി ടി വി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. എങ്ങനെ പറയട്ടാ? ഒരു മിനിറ്റ് നീ പറ, ഞാൻ നിർത്താറാകുമ്പോ ഞാൻ പറയാം. പറയടാ, സ്റ്റാർട്ട് ചെയ്തോ. സോറി ടി വി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. 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 സോറി ടി വി അപ്പാപ്പ അറിയാതെ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടെന്നാ. എടാ നീ ഇനി മക്കളെ മതി എന്ന് പറഞ്ഞേ. മക്കളെ മതി, ആ ഒരു ഫീല് പറഞ്ഞേ. അത് പറഞ്ഞു. മതി മക്കളെ മതി. ഒരാൾ മര്യാദക്ക് സംസാരിക്കാൻ വിളിക്കുന്ന സമയത്ത് മര്യാദക്ക് സംസാരിക്കണം. ഇനി മനസ്സിലായ കേട്ടല്ലോ അതിന് ആ മര്യാദ കിടക്ക് നിന്റെ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കരുത്. മനസ്സിലായോ? ബാക്കിയുള്ളവന്മാർ നിന്റെ വീട്ടിൽ നിന്റെ ഷെയ്ക്കിനോടൊക്കെ സംസാരിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കരുത്. മനസ്സിലായോ? അതൊക്കെ നിന്റെ ഗ്യാങ് ഹൗസിൽ പുറത്ത് വന്ന ഇതുപോലെ വന്ന് ഇങ്ങനെ മുട്ടയിലിരിക്കും. നീ മുട്ടയിലിരിക്കുന്നു ഇങ്ങനെ. അതൊക്കെ നിന്റെ വീട്ടിൽ വിളിക്കുക. നീ ഫോൺ വിളിച്ചിട്ടായാലോ പുള്ളി കേട്ടോടാ പട്ടി. നീയൊക്കെ കണ്ടോ ശരിക്കുള്ള എന്റെ ഫ്രസ്ട്രേഷൻ കണ്ടോ? ഇപ്പൊ அவங்க വിളിക്കുന്നുള്ളൂ. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പാപ്പനെ തൊട്ടിട്ടൊന്നുമേ ഇവിടെ ഒരുത്തനും വിലസി നടക്കത്തില്ല. മനസ്സിലായ? ഇവിടെ നമ്മള് വേണ്ടാന്ന് പറഞ്ഞ് നമ്മള് പോയതാ. അപ്പാപ്പനെ അത് പറഞ്ഞുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ അത് വിടൂലായിരുന്നു. മറ്റേ ടർഫ് ഓപ്ഷൻ പോലും വേണ്ടാന്ന് വെച്ചനെ ആ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ. എന്ത് ടർഫ് ഓപ്ഷൻ? അവനൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് പോകണ്ട ഇവിടുന്ന്. അവന്റെ വർത്താനോടാ. അവൻ കേറി എവിടെയാ കേറി കളിക്കണം അവൻ. നല്ല കുറച്ച് കിട്ടി. കാർല വിളിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് പൊട്ടിച്ചിട്ടൊന്ന് പറയുമോ? അവർക്കൊന്ന് പൊട്ടിക്കാനാണോ? അപ്പാപ്പനെ തൊട്ട നിങ്ങളുടെ പാപ്പ മാത്രമല്ലല്ലോ ഞങ്ങളുടെ അപ്പാപ്പനോടല്ലേന്ന് എന്റെ അടുത്ത് പറഞ്ഞ കാർലോ. അവനെ ഗ്യാങ്സി കൊണ്ടുപോടാ. അവനൊന്നും അവിടെ കണ്ടിട്ട് പോട്ടെ. ടൈമുണ്ടോ? ആരവൻ കൊണക്കണോ? ചോട്ടാബിന്റെ മൊട്ട നിന്നെ കൊണ്ട് കടിപ്പിക്കും. മനസ്സിലായി? ചോട്ടാബിന്റെ മൊട്ട അഡ്മിൻസ് രണ്ടോട്ടല്ലേ ഇവനൊന്ന് വലിച്ചു കൊടുത്തേ. ഫിയറിലൊന്ന് വലിച്ചു കൊടുത്തേ. അല്ലേ ഇനിയെ മക്കളെ MRCക്ക് വേണ്ടി കുറയ്ക്കാൻ എന്റെ DM-ൽ വരുന്നവന്മാർക്കും ബാക്കിയുള്ളവന്മാർക്കും ഇത് കണ്ട, ഇതാണ് നിന്റെയൊക്കെ അണ്ണന്മാരുടെ കഴിവ്. കണ്ട ഇങ്ങനെ ഇരിക്കും. ബ്രോ ഒന്ന് വരുമോ? അവന്റെ കയ്യും കാര്യം കണ്ടോ? കറക്റ്റ് നാടൻപെട്ടി ജ്യൂസ്. നമ്മുടെ 8 പേരെയാണ് അടിക്കാൻ പറ്റുള്ളൂ ഈ കണ്ടികൾക്ക്. 28 ഫുഡും കൊടുക്കണേ, അല്ലെങ്കിൽ അറിയാണ്ട് അടിച്ചിട്ട് ആരും അടിക്കില്ല. അവന്റെ ലൈഫ് പോയിട്ടുണ്ട്. ഹീലിങ്സ് കൊടുക്കണേ, ഹീലിങ്സ് ഫുഡും. നമ്മുടെ രണ്ടുപേര് ടീം കില്ലാടാ. നീലിനെ നമ്മുടെ ആൾക്കാർ തന്നെ വണ്ടി ഇടിച്ചത് എന്തോ ആണ്.
അവന്റെ അടുത്ത് ഹീൽ ചെയ്യാൻ പറയുക എന്നോട് ഗ്യാങ്സ് കൊണ്ടു വീട്ടിൽ പോയി ഹീൽ ചെയ്യാൻ പറയടാ ഇമോട്ടൊന്നും ഇടല്ലേ എടാ ദൈവം ഇമോട്ടൊന്നും ഇടലടാ, കത്തിച്ച് കളയലടാ, വാടാ അകത്തോട്ട് വാടാ. എടാ എന്താ മണി ട്രിപ്പിൽ കക്കൂസ് ഉണ്ടോടാ? ആ ടർഫി വാ. ആയില്ലേ രണ്ടോട്ടുണ്ടോ? ഇത് എത്ര വട്ടമുണ്ട്? നീ പോയിട്ടൊന്ന് ഓ സുൽത്താനിൽ കയറാൻ പറ്റി എനിക്ക്. സുൽത്താനായി വാഴും ഞാൻ. ഇവിടെ എംആർസിയുടെ വണ്ടി ഇതുവഴി താഴോട്ട് പോയത് നിങ്ങളാരല്ലോ ആണോ? ഇതുവഴി താഴോട്ട് ഞാൻ സുൽത്താനിലാണ്. എനിക്ക് സുൽത്താൻ ഓടിക്കാൻ പറ്റി. പ്രൗഡ് മൊമെന്റ്. എനിക്ക് സുൽത്താൻ ഓടിക്കാൻ പറ്റി. പ്രൗഡ് മൊമെന്റ്. സച്ച് എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ. ഹലോ ഹോസ്റ്റേജ് ഹാൻഡ്ലർ നമ്മള് മണി ചേർപ്പുണ്ട് കേട്ടോ. വണ്ടി വരുമ്പോ നോക്കണേ നിങ്ങളെല്ലാരും വീഡിയോ ആവാണ്ട്. മറ്റേ വണ്ടി പുറത്തിട് അകത്ത് വണ്ടി ബാക്കിയുള്ളവർ പോകട്ടെ. എന്താ ഒരു കൺട്രോളും ഇല്ലാത്തൊരു വണ്ടി. പക്ഷെ നല്ല സ്പീഡുണ്ട്, ഇനിഷ്യൽ ഉണ്ട് നല്ലപോലെ. ചില്ല അവിടെ അതെല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു ചില്ലാവ്. നിങ്ങളെല്ലാം അങ്ങോട്ട് പോയോ? മണി ട്രിപ്പിലോട്ട് പോയോ? എത്തിയോ? വന്നോ? അതെ ടൈം വേസ്റ്റ് ഉണ്ടോ? എന്താ വാർച്ചടിക്കാൻ പറ്റൂടാ? വാർച്ചടിക്കാൻ പറ്റൂടാ? ഇത് നല്ലൊരു തുടക്കമായിരിക്കും നിനക്ക്. നീ ഇവിടുന്ന് കഴുകി തുടങ്ങും. ഇതിനു മുമ്പ് ഒരുത്തം കഴിയാൻ എന്തായാലും വില്ലിപ്പം. അതുപോലെ നിനക്കും അങ്ങനെ തന്നെ ഒരു ഗതി വരട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. നീ കഴുകി തുടങ്ങും. ആ ക്ലീൻ അടി കഴുകി തുടങ്ങും. ചരിത്രം ആവർത്തിക്കുകയാണല്ലോ വൈസി. കാണുന്നില്ല കക്കൂസിന് അവനെ കണ്ടിട്ട് ട്രാൻസ്പെറന്റ് കക്കൂസിന്റെ കളർ അവന്റെ ഡ്രസ്സിന്റെ കളർ ഒരേപോലെയാണല്ലോടാ. അവന് ചന്ദ്രന് വയ്യാൻ തോന്നുന്നു. പനിയാണ് അവന് വയ്യ. വൺ ഡേ ബ്രോ, 1 ഡേയോ 1 ഇയറോ എന്ത് വേണേ എടുത്തോ. മര്യാദയ്ക്ക് കാണാൻ മര്യാദയ്ക്ക്. ഞങ്ങൾ ആ സിറ്റുവേഷനൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പുള്ളി ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കോണ പറഞ്ഞോ? ഞാൻ ഒരു കോണയും പറഞ്ഞില്ല. അപ്പാപ്പൻ തിരിച്ചു വിളിച്ചപ്പോൾ അപ്പാപ്പൻ്റെ അടുത്ത് കുനിഞ്ഞിരിക്കാനൊക്കെ പറയുന്നത് എന്ത് മാനസാ? അതാണോ മര്യാദ? പുള്ളി എന്നിട്ടും അത് കോമഡി ആക്കി കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചു. ആ POV ഒന്ന് കണ്ടു നോക്കിയേ.
എന്നിട്ട് ഇനി പുതിയ ന്യായീകരണം പറയല്ലേ നമ്മളോട്. പുള്ളി എൻ്റെ അടുത്ത് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും മെസ്സ് അടിച്ചോ പുള്ളിയോട്? ഒന്നും അടിച്ചില്ല. മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. പക്ഷേ അപ്പോഴത്തേക്കിന് അപ്പാപ്പൻ വിളിച്ചപ്പോഴത്തേക്കിന് പുള്ളിക്ക് ഭയങ്കര പ്രശ്നം പറ്റുന്നില്ല. പുള്ളിക്ക് ഞാൻ മറ്റേ MRC ഒപ്പോപ്പറാണോ ഇതൊക്കെ പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ പറഞ്ഞ്, മനസ്സിലായോ? ഞാനിത് കേൾക്കാൻ പോലും സമ്മതിച്ചില്ല. എൻ്റെ അടുത്തുനിന്ന് ഫോണാണെങ്കിൽ പുള്ളി എടുത്തോണ്ട് പോവുകയും ചെയ്ത്. ഞാൻ തിരിച്ചൊരു കൊണ പറഞ്ഞത് പുള്ളി കേട്ടതുമില്ല. അത് കഴിയല്ലേ? പറയടാ. ഇനിഷ്യൽ 30 മിനിറ്റ്സിലുള്ള അമ്മയോട് സംസാരിക്കണം, കോണ്ടാക്ട് ചെയ്യണം. അവന്മാരുടെ അടുത്തോ? അതിപ്പോ സമയം കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന. ഒരു ഇതിനകത്ത് പറഞ്ഞു ഏതെല്ലാം റേഡിയോ പറഞ്ഞു. അത് നമ്മളെ കൊണ്ട് മാത്രം. ഇല്ല കേക്കാവോ? ബ്ലാക്കില് മാസില് ചെയ്ത വണ്ടിയാണ്, അതാണ് ആ ഒരു നമ്മളെ ഇപ്പോഴത്തെ ഈ സാൻഡി ഹൈവേ ഓടിക്കാൻ കിട്ടുമോ? അത്ര എടാ റേഡിയോ 83 അല്ലടാ? നമ്മുടെ റേഡിയോ അല്ലേ? 81 അല്ലടാ നമ്മുടെ റേഡിയോ. അല്ല ഐ മീൻ അങ്ങനല്ല, ഇത് ബ്ലാക്ക് മാഫിയുടെ റേഡിയോ ആണ്. MRC വണ്ടി എടുത്ത ഞാനാ. ഹലോ പറഞ്ഞോ. ജസ്റ്റ് ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റ് മുന്നേ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കാം ബ്രോ, സംസാരിച്ചു. ഡിമാൻഡ് ഒന്നും ഇല്ല. ഈ നമ്മുടെ ടിവിക്കകത്ത് ഒരു ടിവിയിൽ ഒരു അപ്പാപ്പനുണ്ട്. അതാണ് അപ്പാപ്പൻ നമുക്കറിയാവുന്നത്. പുള്ളിയുടെ അടുത്ത് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് കഴിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അവനെ നമ്മൾ ഹോസ്റ്റലായിട്ട് റിലീസ് ചെയ്യാൻ താല്പര്യമില്ല. അവനെ തല്ലിക്കൊന്നും ഇട്ടേക്കാം. എന്താ വെച്ചാൽ ചെയ്തോ. കരിഞ്ഞു വരും അണ്ണനൊന്ന് മാറ കാതൽ എൻ വാർത്തൈ അവൻ പാടുന്ന അതെ അതെ ബ്രോ, അതെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ കൊന്നോട്ടുള്ളൂ, എന്റെ വീട്ടിൽ വിളിച്ചോളൂ. അയച്ചു കൊടുക്കണേ. ഓക്കെ പറഞ്ഞേക്കണേ, അയച്ചു കൊടുക്കണേ. അടിച്ചു നോക്കിയ അതിനെ തന്നെ പട്ടി കേട്ടോ. എന്താ ആര്
നല്ല വാട്ടായിരുന്നു ബിഗ് ബോഡ വാസുകൊണ്ട് എന്തിനാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ മോനെ. നീ കുരയ്ക്കാൻ വരുന്ന പുള്ളിക്ക് ഇതാ കണ്ട കഴിവില്ലാതെ അടിച്ചിട്ടിട്ട് ഇതേ കണ്ട നോക്കി നിന്നെ ഞാൻ ദൂരെ നിന്ന് കുറച്ച് വിഷനിൽ കാണിച്ചു തരാം. നല്ലൊരു വ്യൂവിൽ കാണിച്ചു തരാം. ഇത് കണ്ട നീ കുരയ്ക്കാൻ വരുന്നവന്റെ കഴിവ് കണ്ട ഇത്രേ ഉള്ളു ഇവരുടെയൊക്കെ. മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ടാണ് നീ നിന്റെ ജീവിതത്തിലെ വിലയേറിയ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? കണ്ടോ മുട്ടയിലിരിക്കുന്നു നോക്ക്. സിനിമാറ്റിക് അല്ലേ സിനിമാറ്റിക് അല്ലേ ഇത്? നോക്ക് ഹൗ സെക്സി. അപ്പാപ്പൻ കൊല്ല വേറെ ആരും കൊല്ലല്ലേ? വ്യൂസോ രാത്രി 1:35 ഞാനിവിടെ ടർഫ് ഓപ്ഷൻ എനിക്ക് 15,000 പേരെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ നീ എന്നോട് വ്യൂസിന്റെ കണക്കൊക്കെ പറയുന്നേ. ഓ അന്നത്തെ പോലെ ഞാൻ തൊപ്പി വലിച്ചിടുന്ന സാധനം എന്റെ വായിന്ന് വരുമെന്ന് ട്രൈ ചെയ്യണോ? ഓ വാവ് കണ്ട മക്കള് പോയി. ഓ ദേ ഒരു എംആർസിയുടെ വണ്ടി പോയത് അറിയാടാ. മെച്ചൂരിറ്റി അതുണ്ട്. ഇതൊന്നും മെച്ചൂരിറ്റിയുടെ അല്ലല്ലോ ബ്രോ. നമ്മുടെ കൂട്ടത്തില് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞ ഓർമ്മയില്ല എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം. അപ്പൊ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് റിയൽ ലൈഫിൽ ഓടി വരുന്ന ഒരാളുണ്ടെന്ന്. ഓർമ്മയുണ്ടോ ആ പേര്? ആ പേരിനെ എന്റെ മുമ്പിൽ വെച്ച് ഒരുത്തം പറഞ്ഞ അവനെ എങ്ങനെ കൊണ്ട് നിർത്തും. അതൊന്നും മെച്യൂരിറ്റി അല്ല, അതൊക്കെ എനിക്ക് പുള്ളിയോടുള്ള കടപ്പാടാ. മനസ്സിലായ? രായം കത്തിപ്പോയി. ആ സ്ലോട്ട് ഞാൻ കയറാം. ഒരാള് കയറാണ്ട്